നമസ്കാരം. ഈ പടം കണ്ടായിരുന്നു? ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലായോ? ഒന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി, മറ്റൊന്ന് നരേന്ദ്രമോദി. കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് കണ്ടോ? അതാണ് സാക്ഷാൽ VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അന്ന് കൊടുമ്പിരി കൊള്ളുന്ന സമരങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന അച്യുതാനന്ദൻ്റെ മുന്നണി ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തുന്ന സമയം. നിയമസഭയിൽ VSും ഉമ്മൻചാണ്ടിയും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന കാലഘട്ടം. അന്ന് അത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും കേരളത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ഏതാണ്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്നു എന്ന് തന്നെ പറയാവുന്ന VS ഉമ്മൻചാണ്ടിക്കൊപ്പം പോയി പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയമോ ഭരണ പ്രതിപക്ഷമോ നോക്കാതെ നേടിയെടുക്കാൻ വേണ്ടി മറ്റെന്തും താൽക്കാലികമായി മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കാൻ ഉമ്മൻചാണ്ടിക്കൊപ്പം സഹകരിച്ച VSും LDFും തീരുമാനിച്ചു. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. കേരളത്തിന് നേരെ കേന്ദ്ര വാളോങ്ങുന്നുവെന്നും സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ ബജറ്റിലെ കമ്മി എന്നത് ഏതാണ്ട് 44,000 കോടി രൂപയാണെന്ന് അറിയാമല്ലോ. കേന്ദ്രം മുടക്കിയ അല്ലെങ്കിൽ മനഃപൂർവ്വം തടഞ്ഞു വെച്ച തുക ഏതാണ്ട് 57,000 കോടി രൂപയാണ്. ഇപ്പോൾ ഒരുമിച്ച് നിന്ന് സമരം ചെയ്താൽ കേരളത്തിന് ഏതാണ്ട് 13,000 കോടി രൂപ മിച്ചം വരും. പക്ഷേ അതിനുവേണ്ടി കേരളത്തിനൊപ്പം നിൽക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് താല്പര്യമില്ല. പക്ഷെ തൊട്ടടുത്ത 2 സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ കൂടെയാണ്. കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന കർണാടകയും ഇതേ പ്രതിസന്ധി നേരിടുന്നുണ്ട്, തമിഴ്നാട് നേരിടുന്നുണ്ട്. പക്ഷേ സതീശനും സംഘവും അത് അംഗീകരിച്ചു തരില്ല. അവർ അംഗീകരിക്കുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും പറയുന്ന കണക്കുകൾ മാത്രമാണ്. ഇന്നിപ്പോൾ AICC അംഗവും കർണാടക മന്ത്രിയുമായ KJ ജോർജും ഇത് കൃത്യമായി പറഞ്ഞു. ഇനി ഇതൊന്നും പോരായെങ്കിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞു കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കുന്നില്ല. അപ്പോഴും ഒരിക്കൽ പോലും കേരളത്തിന് വേണ്ട വിഹിതം ചോദിച്ചു വാങ്ങുന്നതിന് സംയുക്തമായി പോകാൻ മുഖ്യമന്ത്രി നേരിട്ട് പോയി വിളിച്ചു, കത്തെഴുതി വിളിച്ചു. എന്നിട്ട് പോലും കേരളത്തിലെ UDFൻ്റെ MPമാർ തയ്യാറാകുന്നില്ല. അവരുടെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ: കേന്ദ്രം കേരളത്തിനെ സാമ്പത്തികമായി പല്ലും നഖവും എടുത്ത് തകർക്കുമെന്നും അപ്പോൾ തങ്ങൾക്കത് മുതലെടുത്ത് അധികാരത്തിൽ വരാമെന്നും ഉള്ളത് മാത്രമാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും സതീശൻ്റെയൊക്കെ ഉള്ളിലിരുന്നു. ഒറ്റ നോട്ടത്തിൽ നമ്മളോട് കാണിക്കുന്നത് അനീതിയാണെന്ന് വ്യക്തമായാലും സതീശനും സംഘത്തിനും വിധേയത്വം മോദിയോടും അവരുടെ സംഘത്തോടുമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ നോക്ക്. BJP പറയുന്ന കാര്യങ്ങൾ BJPക്ക് വേണ്ടി നിയമസഭയിൽ പ്രസംഗിക്കുക, വേണ്ടി വന്നാൽ BJPയിൽ പോകുമെന്ന് പറയുക, സവർക്കറിൻ്റെയും ഗോൾവാക്കറിൻ്റെയും പടത്തിന് മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയും VSും ഒരുമിച്ച് പോയി പ്രധാനമന്ത്രിയെ കണ്ട് കേരളത്തിന് വേണ്ടി നടത്തിയ ഈ നീക്കം പക്ഷേ സതീശനും സംഘവും അംഗീകരിക്കാൻ ഒരു സാധ്യതയില്ല. അവന്മാർ വേണമെങ്കിൽ BJPയുടെ കൂടെ പോയി ഉള്ളതുകൂടി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കും. അതാണ് ഇവന്മാരുടെ അതാണ് ഇവന്മാരുടെ സ്വഭാവം.